വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്നുള്ള കഥയുടെ അവസാന ഭാഗമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു കള്ളനാവാനുള്ള എല്ലാ യോഗ്യതയും ഇക്കണ്ടക്കുറുപ്പിന് എങ്ങനെയാണ് ഉണ്ടായതെന്നും അദ്ദേഹത്തിൻ്റെ തലമുറക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അങ്ങനെ വീട്ടിൽ നിന്നും ചാടിപ്പോന്നതിൽ പിന്നെ അദ്ദേഹം 5 കൊല്ലത്തോളം പുറത്തിറങ്ങി സമ്പാദിച്ചു. കാരണം ഇഷ്ടംപോലെ ഒറ്റയ്ക്ക് കളവ് നടത്തി സമ്പാദിക്കുന്ന രീതിയായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പോഴേക്കും കൊച്ചി രാജ്യത്ത് പുതിയ പോലീസിനെ ഏർപ്പെടുത്തി. അക്കാലത്ത് തൃശ്ശൂർ പേരൂർക്ക് സമീപം ഒരു ദിക്കിൽ അദ്ദേഹം ഒരു കളവ് നടത്തി. അത് ഗന്ദർ സാഹിബിൻ്റെ പരിവാരങ്ങൾക്ക് അശേഷം രസമായില്ല പോൽ എന്നാണ് പറയുന്നത്. ഗന്ദർ സാഹിബിൻ്റെ പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസ്, അന്ന് ബ്രിട്ടീഷുകാരെ ഭരിക്കുന്ന കാലമാണല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അവർ കള്ളനെ പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നടത്തി. അപ്പം ഗൃഹനാഥൻ്റെ മകനായിരുന്നു അദ്ദേഹത്തിനെ ഒറ്റിക്കൊടുത്തത്. അപ്പോൾ ഈ കള്ളൻ പാശി കളിക്കാരനായിരുന്നു. അതിൽ വളരെയധികം കടം പറ്റി. വീട്ടുന്നതിന് നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇങ്ങനെ നമ്മളുടെ കള്ളനെ സമീപിക്കുന്നത്, ഇക്കണ്ടക്കുറുപ്പിനെ സമീപിക്കുന്നത്. കാരണം അച്ഛൻ്റെ അടുത്തു നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഇദ്ദേഹത്തിന് കളവ് നടത്തിയിട്ട് എടുത്തു കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അച്ഛൻ നമ്പൂതിരി ഉണരാതിരിക്കാൻ കറുപ്പ് കൂടിയ മരുന്ന് അദ്ദേഹം കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഉണരാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരത്തെ പാലിലിട്ട് കൊടുക്കാനാണ് ചട്ടം കെട്ടിയിരുന്നത്. 4 മാത്രമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തു കടന്ന് ഒതുക്കാവുന്നതെല്ലാം കൈക്കലാക്കി നമ്പൂതിരിയുടെ തലയ്ക്കലെ ഒരു ആഭരണ പെട്ടി വെച്ചിരിക്കുന്നതും തട്ടണമെന്ന് കരുതി അടുത്ത് ചെന്നു. അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയമുണ്ടായിരുന്നു. അതുണ്ടായില്ല. എങ്ങനെയാണ് ഉണരുന്നത്? ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ആ മഹാപാപി തൻ്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് അദ്ദേഹം കൊടുത്ത മരുന്ന് മുഴുവനും പാലിലിട്ടിട്ട് നമ്മളുടെ അച്ഛൻ നമ്പൂതിരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അച്ഛൻ നമ്പൂതിരി കറുപ്പ് കലർന്ന പാല് കുടിച്ച് അപ്പോഴേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു കൊലപാതകവും കൂടി കളവ് നടത്തിയെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തെരഞ്ഞ് പോലീസ് ഇദ്ദേഹത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം എടുത്ത മുതലിലെ ആഭരണപ്പെട്ടി മുഴുവനും അദ്ദേഹത്തിൻ്റെ സ്നേഹിതയായ കല്യാണിക്കുട്ടിക്ക് കൊടുത്തു. അദ്ദേഹത്തിന് അവളെയും വളരെ അനുരാഗമായിരുന്നു എന്നാണ് പറയുന്നത്. പെട്ടിയിൽ നിന്ന് ഒരു പൂവച്ച മോതിരം എടുത്തിട്ട് ഒരു ദിവസം രാത്രിയും അദ്ദേഹത്തിൻ്റെ കയ്യിലെ മോതിര വിരലിന്മേൽ അവൾ ഇടിക്കുകയാണ്. അപ്പോൾ അത് മുതൽക്ക് ആ മോതിരത്തെ പറ്റി അദ്ദേഹത്തിന് വളരെ പ്രേമമായിരുന്നു. അപ്പോൾ കുറച്ച് ഊരാഞ്ചാടി ആയിരുന്നാലും കയ്യിൽ നിന്ന് ഊരാറില്ല എന്ന് പറയണം. അങ്ങനെ ഊരിപ്പോരും, അഴിഞ്ഞു കിടക്കുക. അപ്പോൾ നമ്പൂതിരിയുടെ ഇല്ലത്തെ കളവ് കഴിഞ്ഞതിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മേലെ പോലീസുകാർക്ക് അല്പം സംശയം തോന്നി. ഉടനെ കൊടുങ്ങല്ലൂർ തലയെക്കെട്ടും കളവ് പോയി. അപ്പോൾ അടുത്ത കാലത്തിനുള്ളിൽ വേറെ 2-3 കളവുകളും നടന്നു. പോലീസുകാരുടെ അന്വേഷണം കൊണ്ടുപിടിച്ചു. എല്ലാം കൂടി അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോകണമെന്ന് നിശ്ചയിച്ച് മദിരാശിക്ക് പുറപ്പെടുക. അപ്പോൾ അവിടെ ചെന്നാൽ യാതൊരു വിദ്യയും എടുക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോടതി പൂട്ടൽ പോലെ വിചാരിച്ചാണ് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടത് എന്ന് പറയും. കോടതി പൂട്ടിയാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സൗഖ്യവും സൗന്ദര്യവും തേടി സഞ്ചരിക്കുകയല്ലേ തൊഴിൽ. അപ്പോൾ അതുപോലെ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ നിശ്ചയിച്ചു. അതായത് ഇപ്പോൾ തൃശ്ശൂർ പേരൂര് ഈ കളവ് നടത്തിയിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. പോലീസുകാർ ഇദ്ദേഹത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയല്ലോ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് കുറച്ച് ദിവസം വിട്ടു നിൽക്കുക. ഇനി മദിരാശി ചെന്നിട്ട് അവിടെ ഇങ്ങനെ കളവൊന്നും നടത്തണ്ട, അവിടെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അപ്പോൾ ഏതായാലും അങ്ങനെ മദിരാശിക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പം അതിനുള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത്. കോടതി പൂട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് അവധി കൊടുത്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സുഖസൗകര്യങ്ങൾക്കായിട്ട് സഞ്ചരിക്കുന്നത് പോലെ അങ്ങനെ ഒരു യാത്ര, അത്രയാണ് വിചാരിച്ചുള്ളൂ എന്ന് പറയാം. അങ്ങനെ മദിരാശിയിൽ ചെന്ന് 1 മാസത്തോളം അദ്ദേഹം അങ്ങനെ കാഴ്ച കണ്ട് നടക്കണം. അപ്പോൾ ഒരു ദിവസം ഗുജിലി തെരുവിൽ ചെന്നപ്പോൾ അതിസൗഭാഗ്യവതിയായിട്ടുള്ള ഒരു തേവിടിച്ച് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ പീടികയിൽ കുറച്ച് ജനത്തിരക്കുണ്ട്. അതിനിടയിൽ ഒരു വിഡ്ഢിയൻ പകുതി വായും തുറന്ന്
കറ പറ്റിയ കോന്ത്രപ്പല്ലും പുറത്തു കാട്ടി തേവിടിച്ചിയുടെ മുഖം അങ്ങനെ നോക്കി നിൽക്കുകയാണ്, വായി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ മന്നൻ്റെ നില കണ്ടപ്പോൾ അവനെ ഒന്ന് പറ്റിക്കണമെന്ന് നമ്മളുടെ കഥാനായകനായിട്ടുള്ള ഇക്കണ്ടക്കുറുപ്പ് തീരുമാനിച്ചു. അപ്പോൾ വേണ്ടാസനത്തിന് പുറപ്പെടണ്ടെന്ന് വെച്ചിരുന്ന നിശ്ചയം തൽക്കാലം മറന്നു. ഇനി ഇങ്ങനെ കളവൊന്നും നടത്തണ്ടെന്ന് വിചാരിച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തൽക്കാലം അങ്ങോട്ട് മറക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം ആ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ പോക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈയിട്ടു. ഒരു ജാതി കളവിൽ സാമർഥ്യമുണ്ടാകണമെങ്കിൽ അർജുനൻ്റെ സവ്യസാചിത്വം അഭ്യസിച്ചിരിക്കണം. ഇടത് കൈ പ്രയോഗം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടു കൈ കൊണ്ടും ഒരുപോലെ പ്രയോഗിക്കാൻ സാമർഥ്യം ഇല്ലാഞ്ഞാൽ പല തരങ്ങളും പറ്റിപ്പോവാൻ ഇടയുണ്ട്. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് പുസ്തകവും എടുത്ത് അദ്ദേഹം വലത്തോട്ട് മാറി മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ഇടത്തെ കൈ കൊണ്ടാണ് എടുത്തത്. അപ്പോൾ അതത്ര പ്രാഗൽഭ്യം അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ അതിൽ ഒരു ചെറിയ പിഴവ് പറ്റിയെന്ന് പറയാം. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് കല്യാണിക്കുട്ടിയെ ഓർമ്മ വന്നത്. അപ്പോൾ ഏകസംബന്ധി ജ്ഞാനപര സംബന്ധി സ്മാരകം എന്ന ന്യായേന മോതിരത്തെപ്പറ്റി ഓർമ്മ വന്നു. കാരണം കല്യാണിക്കുട്ടിയാണല്ലോ മോതിരം ഇട്ട് കൊടുത്തത്. അപ്പോൾ കല്യാണിക്കുട്ടിയെ ഓർമ്മ വന്നപ്പോൾ ഈ മോതിരത്തെ പറ്റിയും അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അപ്പോൾ അത് എവിടെയൊക്കെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വ്യസനം ഉണ്ടായി. അപ്പോൾ എവിടെ പോയിരിക്കുകയെന്നിങ്ങനെ ചിന്തിക്കാം. ഒരു തുമ്പും ഉണ്ടായല്ലോ. പിറ്റേന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് തലേദിവസം നടന്ന വഴികളും ഭവനങ്ങളും ഒക്കെ പരിശോധിച്ചു. പലരോടും ചോദിച്ചു. താഴത്ത് വീണത് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയതാവുമെന്ന് അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിവ് കൊടുത്തു. വല്ല വിധേനയും അവരുടെ കൈവശത്തിൽ വരാൻ സംഗതി ഉണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം അന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് ഒരു കോൺസ്റ്റബിൾ അദ്ദേഹം താമസിക്കുന്നതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പിന്നെ രണ്ട് തരത്തിൽ അതുകൊണ്ട് അദ്ദേഹം പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന്, മോതിരം തന്നെ കളവ് മുതലാണ്. അപ്പോൾ ആ മോതിരം പോയതിൻ്റെ പേരിൽ ആഭരണപ്പെട്ടി മുഴുവനും പോയി, ഗൃഹനാഥൻ മരിച്ചു. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇന്നലെ കളവ് നടത്താൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ടാണ് നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മോതിരം ചാടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. രണ്ടും കളവ് തന്നെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പോലീസുകാരൻ ഇദ്ദേഹത്തെ തെരഞ്ഞു വന്നു. അപ്പോൾ അയാളെ കണ്ടപ്പോൾ മോതിരം കിട്ടിയെന്ന് തോന്നുകയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ കണ്ടക്കുറിപ്പ് ചിന്തിക്കുന്നില്ല. അപ്പോൾ മടക്കി തരുവാനുള്ള മടി കണ്ടപ്പോൾ വല്ല സമ്മാനവും കിട്ടണമെന്നാണെന്ന് വിചാരിച്ചിട്ട് ഒരു 5 ഉറുപ്പിക കയ്യിലെടുത്തു. എന്നിട്ട് ഈ മോതിരം എൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ നമ്മളുടെ ഇക്കണ്ടക്കുറുപ്പ് ആകെ സ്തംഭാകാരനായത്. എനിക്ക് ഓർമ്മ വന്നപ്പോൾ കൈവിലങ്ങും വെച്ച ദേഹപരിശോധന കഴിച്ച് പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകവും എടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ് പോലീസുകാർ. കാരണം അയാളുടെ പോക്കറ്റിൽ നിന്നാണല്ലോ കിട്ടിയത്. പോക്കറ്റ് അടിച്ച് നോട്ട് ബുക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒരു മോതിരവും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഏതായാലും ഈ വിഡിത്തത്തിൻ്റെ സമ്പാദ്യം 6 മാസവും 12 അടിയും തന്നെ. 6 മാസത്തെ ശിക്ഷയും 12 അടി. അപ്പോൾ അത് കഴിച്ച് ഞാനിതാ പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇത്ര കൊള്ളരുതാത്ത ഞാൻ ഇനി ഈ തൊഴിലിൽ ഇരുന്നാൽ 4-ാം അച്ഛന് അപമാനമേ ഉള്ളൂ. കളവു ചീത്തയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. ഞാൻ എൻ്റെ തൊഴിലും താവഴിയും ഒന്ന് മാറ്റി നോക്കട്ടെ. ഇതുവരെ ചെയ്ത പാപമോചനത്തിന് മേലിൽ തോന്നാതിരിപ്പാനും വേണ്ടി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യട്ടെ. പണ്ട് മുത്തശ്ശി സന്ധ്യാസമയത്ത് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം അദ്ദേഹം ചൊല്ലുകയാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് അങ്ങനെ ഇതുവരെ ഈ കളവുകളൊക്കെ നടത്തിയിട്ടും അദ്ദേഹം പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു അബദ്ധം കൊണ്ടാണ് പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഏതായാലും എന്നെ ഈ പണിക്ക് കൊള്ളില്ല. കക്കാൻ പഠിച്ചാൽ പോലെ നിൽക്കാനും പഠിക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ വിഡിത്തം പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഈ പണി നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ല ശീലത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതിൻ്റെ താഴെ ഒരു ശ്ലോകം കൂടി പറയുന്നുണ്ട്. ശ്രുതിസ്മൃതിഭ്യാം വിഹിത വ്രതത്വയാ പുനന്തി പാപം ന ലുനന്തി വാസന അനന്തസേവാത്തു നികൃതന്തി ത്വയി മിതി പ്രബോധൽ പുരുഷ ബഭാഷിരയും. ഇപ്പോൾ ശ്രുതികളും സ്മൃതികളും ഒക്കെയാണ്
വ്രതാദികളായ ആചാരങ്ങളെയൊക്കെ നിയമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വ്രതങ്ങളിലൂടെ പാപം ശുദ്ധീകരിക്കപ്പെടുകയും ജന്മവാസനകൾ നേർത്തു പോവുകയും ചെയ്യും. അതേപോലെ ഈശ്വര സേവ കൊണ്ട് പാപത്തെയും ജന്മവാസനകളെയും തീരെ ഇല്ലാതാക്കാനായിട്ടും കഴിയുമെന്ന് ആ ശ്ലോകത്തിൽ പറയും. അപ്പോൾ ഇക്കണ്ടക്കുറുപ്പിൻ്റെ കഥയിൽ ഇക്കണ്ടക്കുറുപ്പ് ഒരിക്കലും കളവ് തെറ്റാണ് എന്ന് വിചാരിക്കുന്നില്ല. വിചാരിച്ചത് എന്താണ്, അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവാണ് കളവ് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഈ കളവ് നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ആ പാരമ്പര്യ സ്വഭാവമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് താൻ ചെയ്യുന്നത് ഒരിക്കലും തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഇനി ഇപ്പോഴും നിർത്തിയപ്പോഴും ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. പറഞ്ഞത് എന്താണ്, എല്ലാവരും കളവ് തെറ്റാണെന്ന് പറയുന്നു, അതിൻ്റെ പുറമെ എനിക്ക് ഇങ്ങനെ ഒരു വിഡ്ഢിത്തവും കൂടി പറ്റിയതുകൊണ്ട് ഞാൻ കളവ് നിർത്തുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അതിൽ കുറച്ച് പ്രത്യേകതകളുള്ളത്, വളരെ നർമ്മരസം കലർത്തിയിട്ടാണ് കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ, പിന്നെ പ്രത്യേകിച്ച് ആലങ്കാരികമായിട്ട് ഒന്നും തന്നെ ഇല്ലാതെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരണമാണ് കഥയിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ ഫ്ലാഷ് ബാക്ക് സങ്കേതം എന്ന് പറയും. വീണ്ടും ഓർമ്മിച്ചെടുക്കുന്ന ഒരു രീതിയാണ് കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്വഗതാഖ്യാനം, സ്വന്തം കഥ പറയുന്ന ആ ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യകാല കഥകളുടെ ഒരു പ്രത്യേകത നമുക്കതിൽ കണ്ടെത്താനായിട്ട് പറ്റും. നമ്മൾ അനർഘനിമിഷം എന്നുള്ള കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അനർഘനിമിഷം ഒരു ആധുനിക രീതിയിലുള്ള കഥയും ഇതൊരു തുടക്കത്തിൻ്റെ രീതിയിലുള്ള കഥയാണ്. അപ്പോൾ കഥയുടെ ആ ഒരു തുടക്കത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയാണ് വാസനാവികൃതി എന്നുള്ള കഥയിൽ വരുന്നത്.